Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning, all. നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും പ്രത്യേകം പറയുന്നത് പോലെ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം മ്യൂട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും മ്യൂട്ട് ചെയ്തില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാക്സിമം നമ്മളൊരു 2 times റിപ്പീറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സ് പറയുന്നുണ്ട്. ദെൻ ഒരു ആഫ്റ്റർ ഒരു നമ്മുടെ ക്ലാസ്സിന് ശേഷം ഒരു 10 minutes നമുക്ക് എന്തെങ്കിലും ഡിസ്കഷനും ഡൗട്ട്സുകൾ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 minutes നമുക്ക് ഓൾറെഡി മാറ്റിക്കൊണ്ട് സംസാരിക്കാം കേട്ടോ. കാരണം നമുക്ക് ലൈവ് ക്ലാസ് കാണുന്നവർ മാത്രമല്ല റെക്കോർഡ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. നമുക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ലൈവ് ക്ലാസ്സിൽ കയറുന്നുണ്ട് എങ്കിലും വർക്കിംഗ് ആയിട്ടുള്ളവരും കുറച്ച് പേരൊക്കെ റെക്കോർഡ് ക്ലാസ് ആണല്ലോ. അപ്പൊ നമ്മളുടെ ഒരു ഇന്ററാക്ഷൻസ് നമുക്ക് വളരെ നല്ലതാണ് ഒരു ലൈവ് ക്ലാസ്സിനെ സംബന്ധിച്ച് അല്ലെ. പക്ഷെ അത് റെക്കോർഡ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസിന് വളരെ ഡിസ്റ്റർബ് ആണ്. നമുക്ക് കുറച്ച് കംപ്ലൈന്റ്സ് ഇപ്പൊ ഒത്തിരി ആയിട്ടുണ്ട്. സോ നമ്മൾ മാക്സിമം എന്താ പറയാ ഒരു മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എല്ലാവരും ഇടയ്ക്കുന്ന അങ്ങനെ ഒന്നും നമ്മൾക്ക് പല വീട്ടിലെ സൗണ്ടുകളോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് വോയിസ് ബ്രേക്ക് ചെയ്ത് കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, ദെൻ എന്തെങ്കിലും ഞാൻ ചോദിക്കുവാണെങ്കിൽ വല്ല എന്താ റെസ്പോൺസ് കാണിക്കാനായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയോ അതുപോലെ കമ്പിടുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് അല്ലെ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് പോർഷൻസോളം ആയിട്ടുണ്ട് ആ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ വെറുതെ ഓടിച്ചിട്ട് പറഞ്ഞു പോണേണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ഒരു റൂമാണ്, അവിടെ ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒത്തിരി പീപ്പിൾസിന് വേണ്ടി ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരേപോലത്തെ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ചിലവർ ലോങ് ടേമിലോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിലോ അവരുടെ രോഗത്തിനനുസരിച്ചാണ് അഡ്മിറ്റഡ് ആകുന്നത്. ദെൻ നമ്മൾ കുറച്ച് പർപ്പസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ടീച്ചിങ്, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വാർഡിലെ മെയിൻ സ്പേസ് എന്ന് പറയുന്നത് PNC എന്ന് പറഞ്ഞു, പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് വാർഡ്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് വാർഡിലാണ് സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന വാർഡുകൾ പറഞ്ഞത്. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ് നമ്മൾ പറഞ്ഞു. ഗർഭസ്ഥപരമായിട്ടുള്ള അങ്ങനെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഡെലിവറി പേഷ്യൻസ് അതൊക്കെയാണ് ഗൈനക് വാർഡിൽ വരുന്നത്. ദെൻ ക്യാൻസർ പേഷ്യൻസ് മാത്രം അടങ്ങുന്ന ഒരു വാർഡാണ് ഓങ്കോളജി എന്ന് പറഞ്ഞു. ദെൻ നെഫ്രോളജി, കിഡ്നി, വൃക്കയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കേസസ് ഒക്കെ. ദെൻ കാർഡിയോളജിയിൽ വരുന്നതാണ് CPVS. നമ്മൾ പറഞ്ഞു ഹൃദയ ശസ്ത്രക്രിയകള് അങ്ങനെയുള്ള വാൽവ് ശസ്ത്രക്രിയകള്, ബൈപ്പാസ് സർജറി ഇവയൊക്കെയാണ് CPVS വരുന്നത്. ദെൻ ന്യൂറോളജി നമ്മൾ പറഞ്ഞു നാഡീ വ്യവസ്ഥയെ നട്ടലിനെ ബാധിക്കുന്ന അങ്ങനെയുള്ള കേസസ് ആണ് ന്യൂറോളജി വാർഡിൽ വരിക. ദെൻ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കണ്ണിന്റെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ വരിക. ദെൻ നമ്മൾ നോക്കിയായിരുന്നു ഇമ്പോർട്ടൻസ് ഏരിയകൾ അല്ലെ. ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓരോ മെയിൻ ആയിട്ട് 4 കോമ്പോണന്റ് ഉണ്ട്. ഓരോ കോമ്പോണന്റിലും വരുന്നത് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ നോക്കിയായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേണ്. ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി വരുന്നത് സാനിറ്ററി ഏരിയ. ദെൻ പാൻട്രി ബേ, ട്രോളി ബേ വരുന്നത് എവിടെയായിരുന്നു? ആൻസിലറി. ദെൻ റൂമുകൾ വരുന്നത് ഞാനൊരു കോഡ് പോലെ പറഞ്ഞായിരുന്നു. ഓക്സിലറിയിലാണ് റൂമുകൾ വരിക. നഴ്സസ് റൂം ആൻഡ് ഡോക്ടേഴ്സ് റൂം. ദെൻ ക്ലിനിക്കൽ ഏരിയ തുടക്കം തന്നെ ഫസ്റ്റിൽ തന്നെ ഒരു ക്ലിനിക്കൽ സെക്ഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റും നഴ്സും ആണ് അവിടെ മെയിൻ ആയിട്ട് വരിക. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. ദെൻ നമ്മള് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റില് ഇൻവോൾവഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മള് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്, ഓർമ്മയുണ്ടോ? ആണോ? അല്ല മാം, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്, സെക്രട്ടറി. ആ പോയിന്റ്സ് നമ്മളെല്ലാം പറഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ. Yes.
ദെൻ അപ്പൊ നമ്മൾ കുറച്ച് ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഡോക്ടേഴ്സിന്റെ ക്ലിയർ കട്ട് ഓർഡർ ചെയ്യുക, പിന്നെ എന്താണ് ഓരോ ദിവസവും പ്രോഗ്രാംസ് ഒക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യണം, പിന്നെ എന്താണ് ഓരോ ഡേ എന്തെങ്കിലും ചെയ്യേണ്ടത് നല്ല രീതിയിലായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ദെൻ നമ്മൾ നോക്കിയത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് സെക്രട്ടറി. ഒരു വാർഡ് ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെയോ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു കമ്പൽസറി ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകളും ചാർജുകളും കറസ്പോണ്ടൻസുകളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ സ്റ്റാഫിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ഡാറ്റാബേസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ദെൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ദെൻ അടുത്തൊരു പോർഷനിലേക്ക് പോവുകയാണ്. ഇനി അതിക്കുള്ള എനിക്ക് തോന്നുന്നു ഒരു 2 പേജസ് മാക്സിമം നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സോട് കൂടിയോ അല്ലെങ്കിൽ ഒരു 2 ക്ലാസ്സോട് കൂടിയോ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നോക്കാം. കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കോപ്പി പിടിക്കണേ. ദെൻ നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. നോക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. ഫ്ലോർ മാനേജർ എന്നുള്ളൊരു ടേം നിങ്ങൾ കേട്ട് കാണുമല്ലോ. നമ്മള് ഒരു ഹോസ്പിറ്റലിലും മാത്രമല്ല വേറെ എവിടെയാണ് ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കേട്ട് കാണും അല്ലെ. നമുക്കറിയാം ഇപ്പോ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോറൂമുകളിലോ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഫ്ലോർ മാനേജർ ഉണ്ട്. അതായത് ആ ഒരു ഫ്ലോറിലെ കാര്യങ്ങളായിരിക്കും മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫ്ലോർ മാനേജർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് വാർഡിനെ കുറിച്ചാണല്ലോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു വാർഡ് അല്ലെങ്കിൽ വാർഡിനുള്ളിലെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ഒരു വാർഡിനുള്ളിലെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ചെയ്യുന്നത് ആരാണ്, അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. അതിലൂടെ നമുക്ക് എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്നും അല്ലെങ്കിൽ ആരാണ് ഒരു ഫ്ലോർ മാനേജർ എന്നും നമുക്ക് മനസ്സിലാക്കാം. വായിക്കാം. നിങ്ങളും ഒന്ന് വായിച്ചു നോക്കാം ഒപ്പം തന്നെ കേട്ടോ. Patient care executive, floor manager in ward. A patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. He or she monitors the performance of patient care services, compares it to government agency standards, and makes adjustment if necessary. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കാം. A patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. നോക്കാം. ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഇസ് എ പ്രൊഫഷണൽ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. ഇനി എന്തിലാണ് പ്രൊഫഷൻ? നമ്മൾ പറയില്ലേ, ഇപ്പോ ടീച്ചിങ്ങിലാണെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ അതൊരു ടീച്ചിങ് പ്രൊഫഷൻ ആണ്. ഒരു നഴ്സ് ആണെങ്കിൽ അതൊരു പ്രൊഫഷൻ ആണ് അവരുടെ അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷൻ ആണ്. ഓരോ ജോലിക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ അതിലും വൈദഗ്ധ്യമുള്ളവരെയാണ് നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ ഇവിടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആണ്. ഇനി എന്തിനാണ് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത് നോക്കാം കേട്ടോ. Who is specialized in helping people who are recovering from diseases or disability. Diseases means നമുക്കറിയാം അസുഖങ്ങൾ, രോഗങ്ങൾ. ഡിസബിലിറ്റി മീൻസ് എന്താണ്? ഓരോ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ കുട്ടികളിൽ വരുന്ന ഡിസബിലിറ്റീസ്, അതായത് എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോ പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ എഴുത്തിൽ വരുന്ന വൈകല്യങ്ങള് അല്ലെങ്കിൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ സംസാരത്തിൽ വരുന്ന വൈകല്യമോ അങ്ങനെയുള്ള വൈകല്യങ്ങളെയാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് ഡിസബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് ഇൻ, അയാൾ എന്തിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത്? ഹെൽപ്പിംഗ് പീപ്പിൾ. പീപ്പിൾ മീൻസ് ദ പേഷ്യൻസ് തന്നെയാണ് പീപ്പിൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പീപ്പിൾസ് ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസസ് ഓർ ഡിസബിലിറ്റി. എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വൈകല്യമോ അതിൽ നിന്നും റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു
സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, അതായത് പേഷ്യൻസ് അല്ലെ, അതായത് രോഗത്തിൽ നിന്നോ എന്തെങ്കിലും ഡിസീസസിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന റിക്കവറി ആയിട്ടുള്ള വ്യക്തികളെ സഹായിക്കുന്ന ഒരു പ്രൊഫഷൻ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. Then next point നോക്കാം. He or she monitors the performance of patient care services. അത് ചിലപ്പോ ഒരു ഫീമെയിൽ ആകാം അല്ലെങ്കിൽ മെയിൽ ആകാം അല്ലെ, ഒരു മെയിൽ തന്നെ ആവണമെന്നില്ലല്ലോ. സോ he or she മെയിൽ ആകാം ഫീമെയിൽ ആകാം. അവരെന്ത് ചെയ്യും? മോണിറ്റർ ദി പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയറും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സേവനത്തിന്റെ ആ ഒരു പ്രകടനം, എങ്ങനെയാണ് സേവനം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാല് ഒന്ന് നിരീക്ഷിക്കും. പ്രോപ്പർ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ, ഒരു സൂപ്പർവൈസർ പോലെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഇടപെട്ടൊന്ന് നിരീക്ഷിക്കും. Then, okay, he or she monitors the performance of a patient care. പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും? നിരീക്ഷിക്കും. Compares it to government agency standards and makes adjustment if necessary. Then, നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? അത് ഗവൺമെന്റ് ഏജൻസികളുടെ ഒരു ലെവലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യും. നല്ല രീതിയിലൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അങ്ങനെയാണോ മാനദണ്ഡങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യും, കമ്പയർ ചെയ്യും. താരതമ്യം ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടോ സർവീസസ്, അവർക്ക് പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് അതിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തും അല്ലെ, നെസസറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും ഒന്നും ആലോചിച്ചാൽ മതി. പേഷ്യൻസിന്, അതായത് അസുഖങ്ങളോ മറ്റു വൈകല്യങ്ങളോ വന്ന് റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനുള്ളത്. ഇനി അവരെന്ത് ചെയ്യും? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കും. നിരീക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഗവൺമെന്റ് ഏജൻസിയുടെ ആ ഒരു മാനദണ്ഡങ്ങളുമായിട്ടൊക്കെ ഒന്ന് നോക്കും. അങ്ങനെ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൽ അവര് മാറ്റങ്ങൾ വരുത്തും. ഇത്രയുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം, നോക്കാം. ഇനി എന്തൊക്കെയാണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്, ജോലിയുടെ വിവരങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കാം. ഫസ്റ്റ് വൺ ഓരോന്നുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മീൻസ് ആദ്യത്തെ ഒരു സെറ്റില് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ ചെയ്യണം, രണ്ടാമത്തെ ഒരു സെറ്റില് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ തരംതിരിച്ച് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. Ensure proper discipline of staff in wards and floors. അല്ലെ, എൻഷുർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഡിസിപ്ലിൻ ആണ്. ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ട എപ്പോഴും. ആളുകളുടെ ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടൊരു ഡിസിപ്ലിൻ ആണ് ഏറ്റവും ആദ്യം ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്. അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ എൻഷുർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ് ഡിസിപ്ലിൻ. ഇനി ഡിസിപ്ലിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യേണ്ടതെന്നാണ് അടുത്ത കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. ചെക്ക് നോയ്സ് ലെവൽ. നോയ്സ് ലെവൽ മീൻസ് നമുക്കറിയാം സൗണ്ടും കാര്യങ്ങളൊക്കെ, ശബ്ദങ്ങൾ പരിശോധിക്കുക. ഓവറായിട്ട് വല്ല എന്തെങ്കിലും വല്ല മെഷീനറിയുടെ സൗണ്ട്സുകളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സൗണ്ട്സുകളോ ഓൾറെഡി ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബ് ആകുന്ന രീതിയിലുള്ള സൗണ്ട്സുകളും മറ്റും വരുന്നുണ്ടോ എന്ന് ചെയ്യുക. ആ ഒരു നോയ്സ് ലെവൽ, ശബ്ദനില പരിശോധിക്കണം, ചെക്ക് ചെയ്യുക. അടുത്ത പോയിന്റ്, എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് മീൻസ് ഡോക്ടേഴ്സ് അവൈലബിൾ ആണോ അല്ലെ. ഇപ്പൊ ഓരോ ദിവസവും ഈ ഡോക്ടർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വന്നിട്ടുണ്ടോ, ഡോക്ടർ വന്നോ, അവൈലബിൾ ആണോ, അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും പ്രോപ്പർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ensure abrupt response to nursing calls. Ensure abrupt response to nursing calls. Abrupt means എന്താ? നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. abrupt means എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സഡൻ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് abrupt എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. abrupt meaning സഡൻ അല്ലെങ്കിൽ പെട്ടെന്ന്, ഉടനെ തന്നെ എന്നുള്ള ഒരു അർത്ഥമാണ് abrupt പറയുക. നോക്കാം. Ensure abrupt response to nursing calls. അല്ലെ,
അതായത് നഴ്സിംഗ് കോഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നഴ്സസിന്റെ കോഴ്സിനൊക്കെ പെട്ടെന്നുള്ള പ്രതികരണം കൊടുക്കണം അല്ലെ. എന്നാലും ഇപ്പൊ ഒരു വാർഡിനുള്ളില് ഇപ്പൊ ഒരു നഴ്സ് വിളിച്ചു ഇന്ന വാർഡിലേക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ ബെഡ് അവൈലബിലിറ്റി അവിടെ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, വിളിച്ചു ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സിലൊക്കെ അബ്രപ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നൽകുക. അടുത്ത പോയിന്റ്സ് നോക്കാം. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. പേഷ്യൻസിന്റെ മാത്രമല്ല സ്റ്റാഫിന്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അല്ലെ. അപ്പോ സ്റ്റാഫ് ബിഹേവിയർ, സ്റ്റാഫുകള് പേഷ്യൻസ് തമ്മിലുള്ള പെരുമാറ്റം അല്ലെ, നല്ല രീതിയിലുള്ള ഭയങ്കര റഫായിട്ടൊക്കെ പെരുമാറത്തുണ്ടെങ്കിൽ അത് പേഷ്യൻസിനും ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലല്ലോ. സോ പേഷ്യൻസിനോട് സ്റ്റാഫിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നത് എന്ത് ചെയ്യുക, ഒന്ന് വിലയിരുത്തണം, ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിനിന്റെ ഭാഗത്ത് നിന്ന് വരിക. ഒന്നുകൂടി നോക്കാം. ഡിസിപ്ലിനിൽ വരുന്ന പോയിന്റ്സ്: ചെക്ക് ദ നോയ്സ് ലെവൽ, ensure availability of doctors, ensure abrupt response to nursing calls, monitor staff behavior and attitude. ശബ്ദനിലയ്ക്ക് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമ്മൾ പറഞ്ഞു അബ്രപ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നഴ്സിംഗ് കോൾസിന് ഒന്ന് റിപ്ലൈ കൊടുക്കുക. ദെൻ സ്റ്റാഫിന്റെ ബിഹേവിയർ, പേഷ്യൻസിനോട് സ്റ്റാഫ് എങ്ങനെയൊക്കെയാണ് ബിഹേവിയർ ചെയ്യുന്നതെന്ന് അതൊന്ന് മോണിറ്റർ ചെയ്യുക. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ആണ്. നമ്മൾ ഓരോ പോയിന്റും അതിനുള്ളിൽ വരുന്ന സബ് പോയിന്റുകൾ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ആ ഒരു ഡോട്ട് പറയുന്നത് കേട്ടോ. നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴും നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് മീൻസ് കമ്പ്യൂട്ടറൈസറുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇനി അവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. പെർഫോംസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. മേക്സ് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം, എൻഷുർ ദാറ്റ് discharge are completed on time in the system, resolve issues related to bed management. First point നോക്കാം. Makes sure that new admission received in the system. അല്ലെ, അതായത് എന്താണ്, പുതിയ അഡ്മിഷൻ ഒക്കെ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റ്, ensure the discharge are completed on time in the system. ഇനി ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കുറച്ച് അല്ലെ. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബില്ല് നമുക്ക് പെട്ടെന്ന് ഓടി വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ബില്ലൊക്കെ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ ചെയ്യണം. സോ ഇങ്ങനെയുള്ള അതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ്, ഓൾറെഡി ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ടൈമിങ്സും കാര്യങ്ങളും എല്ലാം ഈ കമ്പ്യൂട്ടറില് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടൈമും കാര്യങ്ങളും സിസ്റ്റത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. Then next point, resolves issue related to bed management. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബെഡ് അവൈലബിൾ ആണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. അപ്പോ റിസോൾവ് ചെയ്യുക, ബെഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് റിസോൾവ് ചെയ്ത്. ബെഡിന്റെ പ്രശ്നം മീൻസ് വേറൊന്നുമില്ല, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലില് വാർഡുകളിൽ ഒത്തിരി ബെഡ്സും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആളെ അഡ്മിറ്റ് ചെയ്യണം. ചിലപ്പോ വാർഡില് ബെഡ് ഇല്ല, ഓൾറെഡി ഫിൽഡ് ആണ്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പൊ വാർഡ് നമുക്ക് ബെഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ആളെ നമുക്ക് കിടത്താൻ പറ്റുമോ? ആളെ വന്ന് നമുക്ക് നിലത്ത് കിടത്താനൊന്നും പറ്റില്ല. സോ ആളെ ചിലപ്പോ മെഡിസിൻ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടും, നമുക്ക് ബെഡ് അവൈലബിലിറ്റി ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് അവിടെ ഇത്ര വാർഡ്സുകൾ ഉണ്ട്, ഇതെല്ലാം അവർ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പൊ ബെഡ് അവൈലബിലിറ്റി ആയിട്ട് വരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ബെഡ് അവൈലബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഈ ഒരു 3 കാര്യമാണ് സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി നോക്കാം. പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, മേക്സ് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം, ensure that discharge are completed on time in system, resolves issues related to bed management. പുതിയ അഡ്മിഷൻസ് വന്നോ എന്ന് ഉറപ്പുവരുത്തുക. Then discharge procedures കംപ്ലീറ്റഡ് ആയിട്ട് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തു എന്ന് നോക്കുക.
Then issues, bed management related ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, എളുപ്പമുള്ള പോയിന്റ്സ് അല്ലേ? വലിയ വലിയ പോയിന്റ്സ് ഒന്നല്ലോ. ദെൻ മൂന്നാമത് നോക്കാം, എൻഷ്യൂർ പേഷ്യന്റ് കെയർ. ഇനി എന്തൊക്കെയാണ് ഇനി പേഷ്യൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ? പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അഡ്രസ് പേഷ്യൻസ് പ്രോബ്ലം. പേഷ്യൻസിന്റെ പ്രോബ്ലംസിന് പരിഹരിക്കുക, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊടുക്കുക. Then provide information in case of any inquiries. ഇനി എന്തെങ്കിലും എൻക്വയറിയിൽ അവർക്ക് ഇങ്ങനെ ഡോക്ടേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പേഷ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, വിശദമായിട്ടുള്ള വിവരങ്ങൾ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then മൂന്നാമത്തെ പോയിന്റ്, ചെക്കിംഗ് കംപ്ലീറ്റൻസ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് ഫയലുകളെല്ലാം കംപ്ലീറ്റ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നുകൂടി വായിക്കാം. Ensure patient care. Address the patient problem. Provides information in case of any inquiries. Checking completeness of medical records file. പേഷ്യൻസിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനോട് പരിഹരിച്ചു കൊടുക്കുക. Then അവർക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ എൻക്വയറിയിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് അറിയാവുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നൊന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. Then നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്സ് ഫയലുകളൊക്കെ കംപ്ലീറ്റഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് പേഷ്യന്റ് കെയറിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് 3 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഡിസിപ്ലിന്റെ ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. Then ഇൻഫോർമേഷൻ, അതായത് IT-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. Then പേഷ്യന്റ് കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഇത്രയും ഈ ഒരു 3 പോയിന്റ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ദെൻ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഒന്നും വരുന്നില്ല എഴുതാനായിട്ട്. പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ ഒരു നോട്ട്സ് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പ്രിന്റഡിലുള്ള കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് സ്റ്റാർ ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയോ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? അതെ അതെ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു രോഗം വന്നു, രോഗം മാറിയ പേഷ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ, രോഗമായിട്ട് റിലേറ്റഡ് ആണല്ലോ വൈകല്യങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, പഠന വൈകല്യമോ അങ്ങനെയുള്ള വൈകല്യങ്ങൾ, ഡിസബിലിറ്റി ആയിട്ടോ അങ്ങനെയുള്ള വൈകല്യങ്ങൾ മാറുന്ന ആ ഒരു പേഷ്യൻസിനെ, റിക്കവറി ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ, പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവര് ഒരു പേഷ്യൻസ് കെയർ സർവീസ് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സൂപ്പർവൈസർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് മേൽനോട്ടം വഹിക്കുക, അത്രേ ഉള്ളൂ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ. എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുക, പേഷ്യൻസിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഓൾറൗണ്ടറിനെ പോലെ ഒന്ന് മേൽനോട്ടം വഹിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ദെൻ ഇനിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകേണ്ട. ദെൻ നിങ്ങൾ ഇനി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ലാസ്റ്റ് ഒരു 10 minutes നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊരു ഫ്ലോ പോക്കരുതും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഒരു 10 minutes നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 3 പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. 4ാമത്തെ പോയിന്റ് നോക്കാം. കുഞ്ഞി പോയിന്റ് ആണ്, സബ് പോയിന്റുകൾ ഒന്നുമില്ല. കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് ക്രോഡീകരിച്ചിട്ട് ആ ഒരു യൂണിറ്റില്, ആ ഒരു വാർഡില് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ക്രോഡീകരിക്കണം അല്ലെ. ഒരു സൂപ്പർ മേൽനോട്ടം വഹിച്ചിട്ട് അതിനൊന്ന് ക്രോഡീകരിച്ചെടുക്കുക, കോർഡിനേറ്റ് ചെയ്യുക, ഒന്ന് ചെയ്തെടുക്കുക. ദെൻ 5ാമത്തെ പോയിന്റ് നോക്കാം. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance with quality standards, medical records, audit and significant incident. Feedback to chairman or HOD. HOD എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു സെക്ഷനില്, ആ ഒരു വാർഡില്
ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് ഫീഡ്ബാക്ക് അറിയിക്കണം അല്ലെ. നമുക്കറിയാം ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഗുണനിലവാരങ്ങളും അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഓഡിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്, അതായത് എന്തെങ്കിലും ഇപ്പോ ഇൻസിഡൻസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസുകളും അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സും അതിന്റെ ഒരു ഓഡിറ്റ്, ഓരോ മാസം ഓഡിറ്റ് നമുക്ക് പറയില്ലേ കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ വാർഡിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് അവിടെ വന്നു, എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയി, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഓഡിറ്റ് ചെയ്യുകയും അപ്പോ അതിനൊരു ഫീഡ്ബാക്ക് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുകയും എന്തൊക്കെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു ഫീഡ്ബാക്ക് പോലെ ആരെ അറിയിക്കുക, HOD-നെ അറിയിക്കുക. HOD മീൻസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിനെ അറിയിക്കുക. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. സിക്സ്ത് പോയിന്റ് നോക്കാം. സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ് ഓൺ the respective floor, ensure that ward secretaries are placing doctors visit beside procedures like beside echo, ECG, any. Supervise the duties of ward secretaries. വാർഡ് സെക്രട്ടറിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാർഡ് സെക്രട്ടറി ഓർമ്മയുണ്ടോ? വാർഡ് സെക്രട്ടറിയുടെ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. വാർഡ് സെക്രട്ടറി ഓർമ്മയുണ്ടോ? വാർഡ് ക്ലർക്ക്, വാർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞില്ലേ. സോ ആ ഒരു വാർഡ് സെക്രട്ടറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് വാർഡ് സെക്രട്ടറിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഡ്യൂട്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഇനി എന്തിലൊക്കെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. Supervise the duties of ward secretaries on respective floor, ensure that ward secretaries are placing doctors visits beside procedure like beside echo, ECG, any. beside എന്നൊക്കെ കണ്ടു പേടിക്കണ്ട, എപ്പോഴും വേറെ ഒന്നല്ലാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ അല്ലെ. ഞാൻ പറഞ്ഞു ഒരു ഫ്ലോർ മാനേജർ ആ ഒരു സെക്ഷനിലെ ഫ്ലോറിൽ ആ ഒരു വാർഡിനെയാണ് അയാള് നയിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു വാർഡ് സെക്രട്ടറിയുടെ കുറച്ച് എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത്, ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സോ അയാളുടെ ആ ഡ്യൂട്ടീസ് ഒക്കെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. അയാൾ വാർഡ് സെക്രട്ടറിനെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ പറയുന്നത് ആ ഒരു റെസ്പെക്റ്റീവ് ഫ്ലോറില് അയാൾ നിൽക്കുന്ന ആ ഒരു വാർഡിലെ കാര്യങ്ങളൊക്കെ അയാള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് മേൽനോട്ടം വഹിക്കുക. ദെൻ ECG, എക്കോ, ചില പേഷ്യൻസിന് ECG എക്കോ ഒക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോ ECG എക്കോ പോലുള്ള നടപടിക്രമങ്ങൾക്കൊപ്പം ഈ വാർഡ് സെക്രട്ടറി എന്ത് ചെയ്യണം, ഡോക്ടറെ ഒന്ന് സന്ദർശിക്കണം മീൻസ് ഈ വാർഡ് സെക്രട്ടറിയാണ് ഈ ECG എക്കോ എടുക്കുന്നതിനൊക്കെ ഒന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഡോക്ടറേക്ക് ഒന്ന് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്വം കൂടി നമ്മളുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന് ഉണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഒന്നും കൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡിസിപ്ലിനെ സംബന്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. Check noise level, ensure availability of doctors, ensure abrupt response to nursing calls, monitor staff behavior and attitude. നമ്മൾ പറഞ്ഞു നോയ്സ് ലെവലൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം, ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്നൊന്ന് വിലയിരുത്തുക. ദെൻ നഴ്സിംഗ് കോൾസിന് അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്നുള്ള റെസ്പോൺസസ് കൊടുക്കുക. ദെൻ സ്റ്റാഫുകളുടെ പെരുമാറ്റം, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കൊണ്ട് മോണിറ്ററൈസ് ചെയ്യുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ മീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കോ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ECG പറഞ്ഞത് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലേ. ഇതും നമ്മൾ പറഞ്ഞു എക്കോ കാർഡിയോഗ്രാം ആണ് എക്കോ എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ ECG എടുക്കുന്ന ആ ഒരു പ്രൊസീജിയേഴ്സ് പോലെ തന്നെയാണ് എക്കോ എന്ന് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് എക്കോന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല, ECG നോക്കാനുണ്ട്, ഇലക്ട്രോ കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് പോയിന്റ്സിൽ വരുന്നതല്ലേ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. ഇനി പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ടീച്ചേഴ്സ് വിശദീകരിക്കും കേട്ടോ. നമുക്ക് പോയിന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതിന്. ഓക്കെ,
Then നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി ഇൻഫോർമേഷൻ സിസ്റ്റത്തിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം. Make sure that new admission received in the system. പുതിയ അഡ്മിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. Ensure that discharge are completed on time in the system. അല്ലെ, അതായത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റഡ് ഓൺ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കണം, ഉറപ്പുവരുത്തുക. ദെൻ ബെഡ് മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അതൊക്കെ ഒന്ന് ചിട്ടയോടുകൂടി ചെയ്യണം. ദെൻ പേഷ്യന്റ് കെയർ ചെയ്യേണ്ടത്, പേഷ്യൻസിന്റെ പ്രോബ്ലം മനസ്സിലാക്കുക, ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക. ദെൻ മെഡിക്കൽ റെക്കോർഡ് ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുക, അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. Then provide information in case of any inquiry, checking completeness of medical record file. Then നാലാമത്തെ പോയിന്റ് പറഞ്ഞത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. കോർഡിനേറ്റ് ചെയ്യുക, ആ ഒരു വാർഡ് യൂണിറ്റിലെ പെർഫോമൻസ് എല്ലാം എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യുക. Then അഞ്ചാമത്തെ പോയിന്റ് ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance of quality standard medical records and audit and significant incidents. അല്ലെ, അതായത് അവിടുത്തെ ഉള്ള ഫുൾ റെക്കോർഡ്സും ഓഡിറ്റ്സും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഫീഡ്ബാക്ക് HOD-യോ അല്ലെങ്കിൽ ചെയർമാനെയോ അറിയിക്കുക. Then supervise the duties of ward secretaries on respective floor. Ensure that ward secretaries are placing doctors visit desired procedures like desired echo and ECG. വാർഡ് സെക്രട്ടറി അയാളുടെ ഫ്ലോറില് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് അയാളുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ. ഇനി ECG എക്കോ എന്തെങ്കിലും ഒക്കെ എടുക്കണമെങ്കിൽ ഡോക്ടേഴ്സിനെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. അവരുടെ കാര്യങ്ങളിലും സെക്രട്ടറിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സെക്രട്ടറിന് ഒരു മേൽനോട്ടം വഹിച്ചിട്ട് ഒരു സൂപ്പർവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നും കുഴപ്പമില്ലാലോ, പോയിന്റ്സ് ഒന്നും എളുപ്പമാണ്. നമുക്ക് നിങ്ങൾക്ക് സ്വയം ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഒരു പേജും കൂടി ഉള്ളൂ, ഈ ഒരു ചാപ്റ്റർ ഇത്ര ഉള്ളൂ. നമുക്ക് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ PRO എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. സോ ഈ ഒരു ഭാഗം കൂടി ഉള്ളു, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ അടുത്ത ഒരു സെക്ഷനും കൂടി. ഓക്കെ, അപ്പോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് പഠിച്ചു, എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്നും ദെൻ അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് മാക്സിമം പറ്റുന്നത് പോലെ എടുക്കാം കേട്ടോ, സ്പീഡപ്പ് ഒന്നും അവിടെ ഇല്ല, കുറച്ച് പോർഷൻസ് വെച്ച് എടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഇപ്പൊ നമ്മള് സെക്രട്ടറി പറഞ്ഞു, പിന്നെ ആരാണ് വാർഡില് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞു, സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ഒക്കെ കുറച്ച് പറഞ്ഞായിരുന്നു. ദെൻ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് പറഞ്ഞു. അതിക്ക് മുന്നേ നമ്മള് ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്ക് അല്ലെ, ഇതെല്ലാവരും കൂടി മിക്സ് ആയി പോകരുതിട്ടാ, മാറി പോകരുത്, ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് സെപ്പറേറ്റ് ആണ്. സോ അത് നല്ല രീതിയിലൊക്കെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. Then patient relation officer. ആരാണ് patient relation officer എന്ന് നോക്കാം കേട്ടോ, നോക്കാം. Okay, patient relation officer. Patient relation officers are responsible for managing the relationship between healthcare providers and patients. They work with the doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient's care plus with their experience. നിങ്ങളൊന്ന് ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കുക, എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് അല്ലേ, ഒന്ന് വായിച്ചു നോക്കിയേ. Okay. Patient relation officers are
റെസ്പോൺസിബിൾ ഫോർ, റെസ്പോൺസിബിൾ മീൻസ് ഒരു ഉത്തരവാദിത്തം, കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന എല്ലാവരും, അതിൽ ഡോക്ടേഴ്സും നഴ്സസും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടും അല്ലെ. അപ്പോ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് ഉള്ളത്. സോ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്, പേഷ്യൻസും ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഒരു ബോണ്ട് ഉണ്ടല്ലോ അവിടെ, ആ ബോണ്ട് നിലനിർത്തുക അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് ഉള്ളത്. Then next നോക്കാം, they work with the doctors, nurses, hospitals, pharmaceutical companies, etc. ഇനി അവരെ ആരോടൊപ്പം എല്ലാമാണ് വർക്ക് ചെയ്യുക? ഡോക്ടേഴ്സ്, നഴ്സസ്, ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സിനൊപ്പവും നഴ്സസിനൊപ്പവും ഹോസ്പിറ്റൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി, നമുക്ക് ഫാർമസി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്. സോ ഇന്ന് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുക. ഡോക്ടേഴ്സിനൊപ്പവും നഴ്സസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇവരോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിന്നിട്ടാണ് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുക. Then to make sure that all parties involved in a patient's care blessed with their experience, blessed means ഒരു സംതൃപ്തി ആയിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ്. അപ്പോ to make sure that അവര് ഉറപ്പുവരുത്തണം, എന്തിലാണ് ഉറപ്പുവരുത്തേണ്ടത്? ഇപ്പോ ട്രീറ്റ്മെന്റ്സില് പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന ട്രീറ്റ്മെന്റ്സില് എല്ലാ കക്ഷികളും, ഓൾ പാർട്ടീസ് മീൻസ് എല്ലാ കക്ഷിയും ഉദ്ദേശിക്കുന്നത് ആരാ? മാനേജ്മെന്റും നേഴ്സും ഡോക്ടേഴ്സും ഇതെല്ലാം ചേർന്നതാണ് ഈ ഓൾ പാർട്ടീസ് എന്നൊക്കെ ഇരിക്കുന്നത്. സോ ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ നിന്നും ആ പേഷ്യൻസിന് ലഭിക്കുന്ന ആ ഒരു പരിചരണം അല്ലെ, രോഗി പരിചരണം ഉണ്ടല്ലോ പേഷ്യൻസിന് ലഭിക്കുന്ന ഈ രോഗി പരിചരണം എല്ലാ കക്ഷികളും അവരുടെ അനുഭവത്തിൽ സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് എല്ലാവരും നല്ല രീതിയിൽ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നുണ്ടോ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കൂടി പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും നോക്കാട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ healthcare providers and patients. They work with doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in the patient's care is blessed with their experience. ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പേഷ്യന്റും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനുള്ളത്. അവര് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ ഒപ്പവും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ദെൻ എല്ലാ കക്ഷികളുടെയും മീൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും നഴ്സസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ എല്ലാവരുടെ ഭാഗത്തു നിന്നും പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ്, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇവരെല്ലാം നല്ല രീതിയിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മേൽനോട്ടം വഹിച്ചെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ ഈ അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് ഒക്കെയാണ് നെക്സ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ? എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് കിട്ടിയോ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിക്കാണും അല്ലെ. ദെൻ നമുക്ക് ഡ്യൂട്ടീസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ വാർഡിലേക്ക് ഇതുപോലെ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് കാണും. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും MSW എന്നൊക്കെ പറയുന്ന കോഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്ക് കോഴ്സ് ഒക്കെ. സോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസുകളും കാര്യങ്ങൾക്ക് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും PR ആ ഒരു പോസ്റ്റിലും ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യുന്നത്. അവര് ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനൊപ്പം നഴ്സസിനൊപ്പം അവർക്ക് കോമൺ ആയിട്ട് എല്ലാത്തിലും ഒരു ഡ്യൂട്ടി ഉണ്ട്. എല്ലാത്തിലും അതായത് പേഷ്യന്റും നഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടോന്ന്, അതുകൊണ്ടല്ലേ പേഷ്യന്റ് റിലേഷൻ ആ ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്. പേഷ്യന്റും നഴ്സും ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകാരും തമ്മിലൊക്കെ ഉള്ളൊരു റിലേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തി. അത്രയും നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. മലയാളം മീനിങ് ഓക്കെ, ഇത് നിങ്ങൾക്ക് ടേം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പേഷ്യന്റിന്റെ റിലേഷൻ ആ ഒരു ടേം പോലെ തന്നെ പേഷ്യന്റ് റിലേഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ആരാണോ അയാളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ക്ലിക്ക് ആയോ?
ഓക്കെ, നോക്കാം. അപ്പൊ എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ മനസ്സിലായല്ലോ? ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ? ഓക്കെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? സെക്രട്ടറിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ്സിന് ഉത്തരവാദിത്തങ്ങള്, അതുപോലെ തന്നെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടോ ഓരോ പോയിന്റ്സ് ആയിട്ട്. A patient relation manager typically has an expensive range of responsibility which include typically ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സ്പെൻസീവ് റേഞ്ച് ഓഫ്, ഒത്തിരി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കൂടുതലായിട്ട് വിപുലമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അയാൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്നാണ് ഓരോ പോയിന്റ്സിൽ പറയുന്നത്. ഓക്കെ, പോയിന്റ്സ് ഒന്നാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. Ensuring that patients are comfortable during their visit by greeting them warmly. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? Ensure that patients comfortable during their visits. അല്ലെ? ഈ ഒരു വ്യക്തി, അതായത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന്റെ ഒപ്പം തന്നെ പേഷ്യൻസിനെയും വിസിറ്റ് ചെയ്യാൻ പോകും. സോ വിസിറ്റിംഗ് ടൈമില് പേഷ്യൻസ് എല്ലാം കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. അതായത് നല്ല രീതിയിലൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു, നല്ല രീതിയിലുള്ള നഴ്സിംഗ് ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു പെരുമാറ്റമൊക്കെ ഉണ്ട്, എപ്പോഴും ആള് കംഫർട്ട് ആണെന്നൊന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റ് നോക്കാം. Making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. Imminent means എന്താണ്? Imminent appointments means നമുക്കറിയാം പെട്ടെന്ന് അല്ലെങ്കിൽ ആസന്നമായിട്ടുള്ള പെട്ടെന്ന് തന്നെയുള്ള ഒരു മീറ്റിംഗ് ആണ് imminent എന്നുള്ളൊരു ടേം കേട്ടോ. Making sure that patients അവരുടെ ട്രീറ്റ്മെന്റ്സ്, ചികിത്സ വരുന്നുണ്ടല്ലോ, ഇന്ന മെഡിസിൻസ് ഒക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെയാണ്, 3 പേരെങ്കിലും ഇഞ്ചക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇനി എന്തെങ്കിലും മെഡിസിൻസിലോ ഇഞ്ചക്ഷൻസിലോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് അവർക്കൊരു അവെയർ കൊടുക്കുക. നമുക്ക് ഇന്ന് തുടങ്ങി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവയർനെസ് കൊടുക്കുക. ഒന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും മെഡിസിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അറിയില്ലല്ലോ, ഒരേ ലെവലല്ലോ പേഷ്യൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ അറിവില്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന ദിവസം തുടങ്ങി നമ്മള് നെക്സ്റ്റ് നാളെ തുടങ്ങി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്, 5 ദിവസം ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവെയർ ചെയ്യുക അവരെ. ഇനി അങ്ങനെ പ്ലാൻസോ മെഡിക്കൽ കണ്ടീഷൻസോ അങ്ങനെയുള്ള പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പോ പെട്ടെന്ന് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് വേറെ വാർഡിലോട്ട് മാറ്റിയാണ്, ഷിഫ്റ്റ് ചെയ്യലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരൊന്ന് അവയർനെസ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അത് രണ്ടാമത്തെ പോയിന്റിൽ പറയുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. ഇപ്പോ അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ മീൻസ് എന്താണ്? ഗതാഗതങ്ങൾ ക്രമീകരിക്കുക. മീൻസ് ഇപ്പോ ഒരു അപ്പോയിന്റ്മെന്റ്സ്, അതായത് കൂടിക്കാഴ്ചകൾ അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പോ പെട്ടെന്ന് ആൾക്ക് ചിലപ്പോൾ ഇവിടെ പറ്റില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ തന്നെ അതിനുള്ള ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അല്ലെ, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ആംബുലൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ, മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതെല്ലാം ആൾക്കൊന്ന് പേഷ്യൻസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നാലാമത്തെ പോയിന്റ് നോക്കാം. Providing emotional backup to patients, including answering patients' questions and offering reassurance. എന്താണ് അവിടെ പറയുന്നത്? പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് അല്ലെ? ഇപ്പോ പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് ടു പേഷ്യൻസ്, അതായത് എന്തെങ്കിലും ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യൻസ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരെന്തെങ്കിലും നമ്മളോട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുകയാണ്, അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. സോ അങ്ങനെ രോഗിയുടെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക, ഉത്തരങ്ങൾ നൽകുകയും ഉറപ്പ് നൽകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ബാക്കപ്പ് കൊടുക്കുക. ഇമോഷണൽ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ട് അവരെ പേടിപ്പിക്കുന്ന രീതിയിലാണോ, അവരെന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ പറയേണ്ടത് ഇത്തിരി സീരിയസ് ആണ്, ക്രിട്ടിക്കൽ ആണ്, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയും, അല്ലാതെ ഇങ്ങനെ അവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ബാക്കപ്പ് കൊടുക്കുക. നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയറോട് കൂടിയിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ ചെയ്യുകയും ആ ഒരു ഓഫറിംഗ് റെഷുറൻസ് മീൻസ് നല്ല രീതിയിലൊരു മറുപടി അവർക്ക് അതിനുള്ളൊരു ഉത്തരം നൽകുന്നത് ഉറപ്പ് നൽകുകയും ചെയ്യണം. നെക്സ്റ്റ് നോക്കാം.
coordinating with the physicians and other healthcare professionals to make sure that all needs are met during patient visits. Coordinate with physicians and other healthcare professionals to make sure that all needs are met during patient's visit. നമുക്കറിയാം ഒരു എന്താണ് പേഷ്യൻസിന്റെ വിസിറ്റിന്റെ സമയത്ത് അല്ലെ നമുക്കറിയാം ഹൗസിനും അല്ലെങ്കിൽ വിസിറ്റ്സിനായിട്ട് നഴ്സസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വരും. നമ്മളൊക്കെ ആശുപത്രിയിൽ കിടക്കുമ്പോഴേ നഴ്സസ് ഇടയ്ക്ക് വരികയാണ്. അഡ്മിറ്റഡ് ആകുമ്പോ ചിലപ്പോ മെഡിസിൻസ് തരും, 3 നേരം മെഡിസിൻസ് കൊണ്ട് തരും. ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് തരും, അല്ലെങ്കിൽ ഇപ്പോ ടെമ്പറേച്ചർ നോക്കും, BP നോക്കും, പൾസ് നോക്കും. ഇതിനൊക്കെ ഓരോ നഴ്സസ് നമ്മുടെ ഇടയിലേക്ക് വരാറുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതൊക്കെ അവരെന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് പറഞ്ഞ പോലെ കോർഡിനേറ്റ് വിത്ത് ഫിസിഷ്യനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കണ്ട് അവരോട് ഒരു അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ രേഖപ്പെടുത്തി വെക്കാറുണ്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കും. അപ്പോ എന്താണ് ഫിസിഷ്യനും നേഴ്സും എന്നിവരുമായിട്ടൊക്കെ ഒരു നടത്തിയൊരു ഈ വന്നിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ. ഞാൻ പറഞ്ഞ പോലെ BP നോക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെയൊക്കെ രേഖകളൊക്കെ സൂക്ഷിക്കണം. ഈ എഴുതിയിട്ടുള്ള റിപ്പോർട്ട്സുകളില്ലേ, ടെമ്പറേച്ചർ ഇന്ന ടൈമിൽ ഇത്ര ടെമ്പറേച്ചർ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് നോക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പേപ്പറൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പേഷ്യന്റ് റിലേഷൻസ് ഓഫീസർക്കാണ്. Then next point നോക്കാം. Maintaining exact records of patients' meetings with physicians, nurses and staff members. Then sorry, physiciansന്റെയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും രേഖകളെല്ലാം സൂക്ഷിക്കുക. രേഖകൾ മീൻസ് പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രേഖകളും ഒന്ന് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. Then setting patients' complaints, concerns and questions about treatment plans, diagnosis. Setting patients' complaints അല്ലെ, അതായത് രോഗികളുടെ പരാതികളൊക്കെ കംപ്ലൈൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കുന്നത്. ദെൻ ചികിത്സാ പദ്ധതികളും രോഗനിർണയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സെറ്റിംഗ് patients' complaints, concerns and questions about treatment plans, diagnosis. പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള കംപ്ലൈൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അവരുടെ കംപ്ലൈൻസുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക മീൻസ് ഒന്ന് പറഞ്ഞ പോലെ ഒരു ക്രമമായിട്ടൊന്ന് പരാതികളൊക്കെ ക്രമീകരിക്കുക. എന്തൊക്കെയുണ്ട് അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കുന്ന പരാതികൾക്കുള്ള. സോ അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതും ചികിത്സാ പദ്ധതികൾ, ഇനി എന്തൊക്കെയുണ്ട് ചികിത്സകൾ ചെയ്യാൻ, ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഡയഗ്നോസിസ് നമ്മൾ പറഞ്ഞു രോഗനിർണയം, ഡയഗ്നോസിസ് പ്ലാൻസ് എന്തൊക്കെയാണ് അതിനുള്ള പ്ലാൻസുകൾ, ടെസ്റ്റുകളൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എന്ന് ആ ചോദ്യങ്ങളും അതിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കുകയും അതൊക്കെ ഒന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. Then next point നോക്കാം. Making patient aware of health service and facilities available for patient at hospital. Making patient aware അല്ലെ, പേഷ്യൻസിന് ഒരു അവയർ ഉണ്ടാക്കി കൊടുക്കണം. എന്തില് of health services and facilities available for patients at hospital. Patients ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആ ഹോസ്പിറ്റലിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്നൊക്കെ അവർക്കൊരു അവയർനെസ് പേഷ്യൻസിൽ ഉണ്ടാക്കി കൊടുക്കുക. Then next നോക്കാം. Investigate and convey ഒരു ധാര നോക്കാം. Investigation and convey complaints or investigate and convey complaints or problems to appropriate head department of the hospital. അതായത് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കൺവേ കംപ്ലൈൻസ്, അതായത് നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇപ്പൊ പരാതികളോ അല്ലെങ്കിൽ കംപ്ലൈൻസോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരാതികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അന്വേഷിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള എന്താ ചെയ്യുക,
ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കംപ്ലൈൻസ് അപ്രോപ്രിയേറ്റ് ഹെഡ് ഓഫ് HOD-നെ അറിയിക്കണം. എന്തെങ്കിലും കംപ്ലൈൻസോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ കംപ്ലൈൻസ് വന്നിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. Then assist in setting conflicts and act as intermediary between patients, families, and staff. Then patient സ്റ്റാഫിന്റെയും പേഷ്യൻസിന്റെയും then അവരുടെ രോഗിയുടെ കുടുംബവും അവരുടെ ഒരു ഫാമിലി ആയിട്ടും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പേഷ്യന്റും നഴ്സും തമ്മിലോ അല്ലെങ്കിൽ ഫാമിലി നഴ്സും തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിലകൊള്ളുക. അടുത്ത പോയിന്റ് നോക്കാം. കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് അപ്രോപ്രിയേറ്റ്ലി. എന്ത് ചെയ്യണം? രോഗിയുടെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യണം അല്ലെ. കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക്. പേഷ്യൻസിന്റെ ആ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ദെൻ അതിനായിട്ടുള്ള ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം അല്ലെ. അപ്പോ അതായത് കളക്ട് ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ്. അതിനുള്ള ശുപാർശകളും കൊടുക്കണം. ഫീഡ്ബാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എഴുതി കാണുമല്ലോ. ഇപ്പൊ ഇത്ര സേവനം പോരാ, സർവീസസ് പോരാ എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്ക് ഒക്കെ എഴുതൂലേ. സോ അതിന് ഉചിതമായിട്ടുള്ള റെക്കമെൻഡേഷൻസും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. ശുപാർശകളും കൂടി മറുപടി ആയിട്ട് നൽകുക. Then explain policies, procedures, services to unknown patients by using medical administrative knowledge. നോക്കാം. Explaining policies, procedures, or services to unknown patients by using മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ്. അതായത് ഇവിടെ പറയുന്നതാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അറിവ് ഉപയോഗിച്ച്. അതായത് മെഡിസിൻ എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ആ ഒരു പോസ്റ്റിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആ ഒരു അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ അജ്ഞാതരായ രോഗികൾക്ക്, ഇവിടെ അൺനോൺ പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൺനോൺ പേഷ്യൻസിന് രോഗികൾക്ക് സേവനങ്ങളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ എല്ലാം വിശദീകരിക്കുക. ഞാൻ പറയില്ലേ, എല്ലാ പേഷ്യൻസും ഒരേ ലെവലല്ലാലോ. ചിലപ്പോ ഒന്നും അറിയാത്ത പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, ഒട്ടും തന്നെ നോളജ് ഇല്ലാത്തവരുണ്ടാവും. സോ അങ്ങനെയുള്ള അൺനോൺ ആയിട്ടുള്ള പേഷ്യൻസിന് അവിടുത്തെ സർവീസുകളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, ചിലപ്പോ ഒരു ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ ലാബിൽ പോയിട്ട് കൊടുക്കാനോ അതുപോലും അറിയാത്ത വ്യക്തികൾ ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അവരൊന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് കൊടുക്കുക. Then last one, monitoring and analyzing the patient's right and responsibilities. പേഷ്യൻസിന്റെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യുകയും അതിനെ ഒന്ന് വിലയിരുത്തുകയും ചെയ്യണം. പേഷ്യൻസിന് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, റൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇന്ന് സേവനം കിട്ടണം എന്നൊക്കെ റൈറ്റ്സ് ഇല്ലേ. സോ അതെല്ലാം നല്ല രീതിയിൽ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുകയും അതിനൊന്ന് എന്ത് ചെയ്യുക? മോണിറ്ററൈസ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള്. കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് അധികം, എങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് പഠിക്കാൻ മാക്സിമം നോക്കണം കേട്ടോ. കുഴപ്പമില്ലാലോ എല്ലാ പോയിന്റ്സും? ഓക്കെ, ക്ലിയർ ആയി ഇത്രയും പോയിന്റ്സ്? ഓക്കെ, ഓക്കെ ആണോ? റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസറും നമ്മൾ നോക്കി, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ആണ് നമ്മൾ നോക്കിയത് അല്ലെ. ഈ ഒരു ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് തോന്നി ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയോ? ഇതിന്റെ ലാസ്റ്റ് ഭാഗം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഡ്യൂട്ടീസ് ആണോ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ? അതെ അതെ. ഓക്കെ, അത് കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ടല്ലോ, അതായിരിക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് അല്ലേ? ഈ ലാസ്റ്റ് പോർഷൻ മാത്രം കുറച്ച് ഡിഫിക്കൽട്ട്, ബാക്കി ഒക്കെ ഓക്കെയാണ്.
നമുക്ക് ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല, കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ദെൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു. അത് എല്ലാ പോയിന്റും ഏകദേശം സെയിം മാനർ, അതാണ് ഒരു ടോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് വേറെ നിങ്ങൾക്ക് എന്താ പറയാ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. നമുക്ക് ഒബ്ജക്റ്റീവ് അല്ലേ, നമുക്ക് നിങ്ങൾക്ക് ആ ഒരു PDF തന്നിട്ടുണ്ട് എന്താണോ അതേ ഒരു സെയിം പ്രോപ്പർ ആയിട്ട് തന്നെ ചോദിക്കുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചോദിക്കില്ല. അപ്പൊ നമുക്ക് മോഡൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്തൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ റിപ്പീറ്റ് വരാം. സോ നിങ്ങള് ഞാൻ പറഞ്ഞു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അല്ലാതെ തന്നെ പേഷ്യന്റ് എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്, റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. എല്ലാവരോടും കൂടി കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് മാക്സിമം അന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. സോ ഓരോന്നും മാറിപ്പോകാതെ പ്രോപ്പർ ആയിട്ട് അതിനൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ വേറെ എക്സ്ട്രാ നോട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ചില ടോപ്പിക്കുകളിൽ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ടീച്ചേഴ്സ് നോട്ട് അയച്ചു തരുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതിലുപരി കുറെ നോട്ട്സ് ഒന്നും പഠിക്കണ്ട. മാക്സിമം ഷോർട്ട് ആയിട്ട് ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു PDF തന്നിരിക്കുന്നത് മാക്സിമം ഓരോ പോയിന്റ്സ് ആയിട്ടാണ്, അല്ലാതെ കുറെ എസ്സേ ടൈപ്പ് കുറെ ഒന്നും അല്ല തരുന്നത്. സോ അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ മാക്സിമം ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകാതെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ലാസ്റ്റ് ഒരു 10 minutes നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓൾമ്യൂട്ട് കൊടുക്കുക ചെയ്യുന്നത്. കാരണം നമുക്കും അത് സ്മൂത്ത്ലി ആയിട്ട് പോകണമെങ്കിൽ ആ ഒരു 1 hour കൊണ്ട് നമുക്ക് എടുക്കേണ്ട ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റഡ് ആവണ്ടേ. സോ അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് ഇച്ചിരി ടഫായിട്ട് തോന്നുന്നു, വേറെ ഒന്നും കുഴപ്പം തോന്നില്ല. ഏതാ? ഗ്രാമർ. ഓക്കെ ഓക്കെ. ബാക്കി ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കുഴപ്പമില്ലല്ലോ. ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ചിലത് ഇത്തിരി ഡിഫിക്കൽട്ട് ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ എന്ത് പഠിച്ചാലും അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ എല്ലാം ഒരേ ലെവലിൽ ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ അധികമായിട്ടില്ലല്ലോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നിങ്ങളൊരു 1 month 2 month ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രാക്ടിയൊക്കെ വരും. അപ്പൊ പോയിട്ട് നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ആയിട്ടൊക്കെ തന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ എല്ലാത്തിന്റെ ഒന്ന് കോപ്പി മാക്സിമം ഒന്ന് എടുത്ത് വെക്കാൻ നോക്കണേ. കാരണം നമ്മളെ ചാപ്റ്റർ ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ദെൻ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാം, ഗ്രൂപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏതാണ് വരുന്നതെന്ന് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി പ്രോപ്പർ ആയിട്ടൊന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ മാക്സിമം ഒന്ന് എല്ലാത്തിന്റെ പ്രിന്റ് എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, കൂടുതലായിട്ടാ വരുന്നത്. ഏതാ? ആതിര മേഡമേ പഠിപ്പിക്കുന്ന ഇത്തിരി സ്പീഡ് കൂടുതലായിട്ടാ പോകുന്നത്. സ്പീഡ് ഓക്കെ ഓക്കെ ശരിയാക്കാം കേട്ടോ. നിങ്ങൾ ആ ടൈം ടേബിൾ കിട്ടുക മിസ്? ടൈം ടേബിൾ നിങ്ങൾക്കൊന്ന് നമുക്ക് സെറ്റ് ആവുന്നുള്ളൂ. കാരണം പുതിയ ബാച്ചസും കൂടി ഈ ഒരു ദിവസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ടൈം ടേബിൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് അയച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ തന്നെയൊക്കെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. എക്സാം ഉണ്ടാവേ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.